നമ്മളെല്ലാവരും യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. അതുപോലെ നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ട് ഒരുപക്ഷെ ആ സ്ഥലം ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നത് സൺറൈസിൻ്റെ സമയത്തോ സൺസെറ്റിൻ്റെ സമയത്തോ ആണ്. കാരണം വേറൊന്നുമല്ല, ആ സമയത്തുള്ള ലൈറ്റിങ്ങിൻ്റെ പ്രത്യേകതയാണത്. ഒരു ആർക്കിടെക്ചർ ആയാലും അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് ആയാലും. അപ്പോൾ പക്ഷേ നമ്മൾ ഈ സൺറൈസിനിപ്പുറവും സൺസെറ്റിനപ്പുറവും എന്താണെന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു ടൈം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ? റണ്ണിങ് സ്റ്റുഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ യാത്രകളിൽ നമ്മളെല്ലാവരും ഇപ്പോൾ ഫോട്ടോഗ്രാഫ് എടുത്ത് സൂക്ഷിക്കാറുണ്ട്. അതായിരിക്കും ആ യാത്രയുടെ ഏറ്റവും നല്ലൊരു ഓർമ്മയെന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു ഫോട്ടോഗ്രാഫ്, നമ്മളെടുക്കുന്ന ഫോട്ടോഗ്രാഫ് ആ ഒരു സ്ഥലം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മൊമെൻറ്റിലാണെങ്കിലോ, അത്തരത്തിലുള്ളൊരു മൊമെൻറ്റാണ് ബ്ലൂ ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലൂ ഓവറിനെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ ബ്ലൂ ഓവറിൻ്റെ ഫോട്ടോഗ്രാഫ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് എങ്ങനെയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അകത്ത് വെച്ചല്ല ബ്ലൂ ഓവർ എടുക്കണം, ഡെഫിനറ്റ്ലി നമ്മൾ പുറത്തേക്ക് പോകണം. അപ്പോൾ നമുക്ക് പുറത്തൊരു ലൊക്കേഷനിൽ നമുക്ക് ട്രാവൽ ചെയ്ത് പോയിട്ട് അവിടെ എങ്ങനെയാണ് നമുക്ക് ഈ ബ്ലൂ ഓവർ ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കാണാം. സോ നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, കൊല്ലത്തുള്ള 8 പോയിൻ്റ് ആർട്ട് കഫേ. ഇത് അഷ്ടമുടി കായലിൻ്റെ തീരത്തുള്ള കൊല്ലം ഗസ്റ്റ് ഹൗസിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആയിരുന്നു. ഹെറിറ്റേജ് വാല്യൂ ഉള്ളൊരു ബിൽഡിങ്ങാണ്. പിന്നീട് 2015 ഇത് ആർട്ടിസ്റ്റ് ഷെൻലെ ഇത് ഏറ്റെടുത്തിട്ട് ഇത് കൺവേർട്ട് ചെയ്തിട്ട് ഒരു ആർട്ട് കഫേ ആക്കി മാറ്റിയത്. ഇവിടെ കഫേ, അതിൻ്റെ കൂട്ടത്തിലുള്ള ആർട്ട് ഗാലറി ഉണ്ട്. കൊല്ലത്ത് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണത്. പിന്നെ ഞാൻ ഈ ബിൽഡിംഗ് ചൂസ് ചെയ്യാനായിട്ടുള്ള റീസൺ എൻ്റെ ഹെറിറ്റേജ് വാലി ആണ്. ഇത് ഈവനിങ് ടൈം നല്ലൊരു ആംബിയൻസ് ആണ് ഇതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിങ്ങിലും ഈ ഒരു ബിൽഡിംഗ് മൊത്തത്തിൽ നമുക്ക് കാണാനായിട്ട്. ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്ന ലൊക്കേഷൻ ഇതാണ്. അപ്പോൾ ഇത് 8 പോയിൻ്റ് ആർട്ട് കഫേ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 6 മണി ആയിട്ടുണ്ട്. നമുക്കിനി സമയമുണ്ട്, കുറച്ചുകൂടെ സമയമുണ്ട് ബ്ലൂ ഓവർ ഷൂട്ട് ചെയ്യാനായിട്ട്. അതിന് മുന്നേ നമുക്ക് ബ്ലൂ ഓവർ എന്താണെന്നുള്ള ഒരു ബേസിക് ഒരു ഐഡിയ നമുക്കുണ്ടാകാം. അതായത് നോർമലി നമ്മൾ ഡെയിലി ഒരു രാവിലെയും വൈകിട്ടും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബ്ലൂ ഓവർ. അതായത് രാവിലെ ഒരു സൺറൈസിന് മുന്നേയും വൈകിട്ട് സൺസെറ്റിന് ശേഷവും ഉള്ളൊരു മേ ബി ഒരു ഹാഫ് ആൻ അവർ ആണ് നോർമലി ബ്ലൂ ഓവർ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മളിത് ശരിക്കും ബ്ലൂ ഓവറിലൂടെ നമ്മൾ പോകുന്നുണ്ടെങ്കിലും പലപ്പോഴും ബ്ലൂ ഓവർ എവിഡൻ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതിന് ഒരുപാട് റീസൺസ് ഉണ്ടാവും. ലൈറ്റ് പൊല്യൂഷനും കുറേ റീസൺസ് ഉണ്ടാവും, ശ്രദ്ധിക്കാൻ പറ്റാത്ത വരുന്ന സിറ്റുവേഷൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ഈ ബ്ലൂ ഓവർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ബ്ലൂ ഓവറിൻ്റെ ടൈമിങ് എങ്ങനെയാണ് നോർമലി? നമ്മൾ നേരത്തെ പറഞ്ഞു സൺറൈസും സൺസെറ്റിൻ്റെയും ടൈമിംഗ് വെച്ചിട്ടാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ബ്ലൂ ഓവർ ടൈമിങ്ങിൽ നേരത്തെ ചെയ്ത മോഡൽ ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ആപ്പുണ്ട്, സൺ സർവേയർ. അപ്പോൾ ആ സൺ സർവേയർ ആപ്പ് തന്നെ നമുക്ക് ഇവിടെയും ശരിക്കും പറഞ്ഞാൽ ബ്ലൂ ഓവർ കണ്ടുപിടിക്കാനും യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ അതിനകത്ത് പറഞ്ഞു ആർക്കിടെക്ചറൽ ഫോട്ടോഗ്രാഫിയിൽ ഞാൻ ആ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നോർമലി ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സൺ സർവേയർ ആപ്പ് നമ്മൾ
എടുക്കുന്നു. സൺസർവേയർ ആപ്പ് എടുത്തിട്ട് അതിനകത്ത് ലൊക്കേഷൻ, ഇപ്പോൾ GPS ലൊക്കേഷൻ നമ്മുടെ ലൊക്കേഷൻ തന്നെയാണ് കിടക്കുന്നത്. ഈ GPS ലൊക്കേഷൻ എടുത്തിട്ട് നോർമലി നമ്മൾ കാണുന്ന ഒരു ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ 3D കോമ്പസ് ആണ്. ഇപ്പോൾ 3D കോമ്പസിൽ വെച്ച് കഴിഞ്ഞാൽ ബിൽഡിംഗ് എങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത് കൂടാണ്ട് അന്ന് നമ്മൾ ഈ ഓപ്ഷൻ നോക്കിയിട്ടില്ല. എപ്പിമെറിസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ എപ്പിമെറിസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ ഡേറ്റിലുള്ള മോർണിംഗ്, ഈവനിങ് കംപ്ലീറ്റ്ലി ബ്ലൂ അവർ, സൺറൈസ്, ഗോൾഡൻ അവർ, സോളാർ നൂൺ, പിന്നെ ഈവനിങ് ഉള്ള ഗോൾഡൻ അവർ, സൺസെറ്റ്, ബ്ലൂ അവർ. അപ്പോൾ ഗോൾഡൻ അവറും ഇതേ കണക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് ഗോൾഡൻ അവർ. അത് ഗോൾഡൻ അവർ ഒരു പക്ഷേ നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് ഗോൾഡൻ അവറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ബ്ലൂ അവർ നമ്മൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 5:22 to 5:53 മോർണിംഗ് ടൈമിൽ. സൺറൈസിനൊരു 10 മിനിറ്റ് മുന്നേ ഓൾമോസ്റ്റ് ബ്ലൂ അവർ അവസാനിക്കും. ഈവനിങ് നോക്കുകയാണെങ്കിൽ സൺസെറ്റ് 6:40 ബ്ലൂ അവർ വരുന്നതെന്ന് പറഞ്ഞാൽ 6:49 to 7:20 ബ്ലൂ അവർ. അപ്പം സൺസെറ്റ് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ബ്ലൂ അവർ സ്റ്റാർട്ട് ചെയ്യും. സോ ഇതാണ്, ഈ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് വളരെ ക്രൂഷ്യലായിട്ടുള്ളത്. നമ്മൾ എവിടെ ഷൂട്ടിന് പോയാലും, ഇപ്പോൾ ആർക്കിടെക്ചർ ഷൂട്ട്സിനായാലും അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് പോയാൽ പോലും നമ്മൾ ബെറ്റർ ഇത് നോക്കിയിട്ട് പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റ് നമ്മൾ മിസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ടൈമിംഗ് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 6 ആയി. നമുക്കിനി ഒരു 40 മിനിറ്റ്സ്, ഇനിയൊരു 40 മിനിറ്റ്സ് നമുക്കുണ്ട് ബ്ലൂ അവർ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബാക്കി പ്രിപ്പറേഷൻസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ നമ്മുടെ കൺട്രോളിലുള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ലൈറ്റ്സും, ഉള്ളിലുള്ള എല്ലാ ലൈറ്റ്സും ഓണാക്കിയിട്ട്, ഞാൻ പറഞ്ഞ എക്സ്റ്റേണൽ നമ്മളൊരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് നമ്മൾ യൂസ് ചെയ്ത് ഫ്ലാഷ് ലൈറ്റ്സ് യൂസ് ചെയ്യണം എന്നുള്ള നിർബന്ധമില്ല. ചിലപ്പോൾ അങ്ങനെ യൂസ് ചെയ്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ബിൽഡിങ് ഭയങ്കര ഫ്ലാറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ ബിൽഡിങ്ങിലുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് എല്ലാം നമുക്ക് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറയിലേക്ക് ഏതെങ്കിലും ലൈറ്റ്സ് അടിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ആ ലൈറ്റ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്ലെയർ വരും. സോ എല്ലാ ലൈറ്റ്സും ഓൺ ചെയ്യുക, അതായത് ഫസ്റ്റ് തിങ് പ്രിപ്പറേഷനിൽ. പിന്നെ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം 31 മിനിറ്റ്സാണ് ഇതിനകത്ത് ഡ്യൂറേഷനായിട്ട് നമ്മൾ കണ്ടത് ബ്ലൂ അവറിൻ്റെ. ഈ 31 മിനിറ്റ്സും കിട്ടണം എന്നില്ല ബ്ലൂ അവർ. അതെപ്പോഴും ഡിപ്പെൻഡ് ചെയ്തത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. കാരണം ഇപ്പോൾ ഏർബൻ ഏരിയയും റൂറൽ ഏരിയയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏർബൻ ഏരിയയിൽ ഒരുപാട് ലൈറ്റ് പൊല്യൂഷനുണ്ട്. ഇപ്പോൾ ലൈറ്റ് പൊല്യൂഷൻ വരുമ്പോഴത്തേക്കും വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നോർമലി നമുക്ക് ബ്ലൂ അവർ നമ്മുടെ നേക്കഡ് ഐയിൽ അത്ര കണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ക്യാമറയുടെ പല ടെക്നിക്സും വെച്ചിട്ട് നമുക്ക് ബ്ലൂ അവർ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ റൂറൽ ഏരിയയിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എവിഡൻ്റ്. നമ്മൾ ഒരു വില്ലേജ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു സൺസെറ്റ് കഴിഞ്ഞിട്ടുള്ള ടൈം നമുക്ക് വളരെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ബ്ലൂ അവർ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് പറ്റും. സോ അതാണ് വേറൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മഴയുള്ള ഒരു ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്നിപ്പം മേഘം കയറി നിൽപ്പുണ്ട്. അപ്പോൾ മേഘം കയറി നിൽക്കുന്ന ഒരു ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ബ്ലൂ അവർ നോർമൽ ഡേ ഒരു സമ്മർ ടൈമിലുള്ള നമുക്കൊരു ബ്ലൂ അവറിൻ്റെ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യത്തില്ല. മഴയുള്ള സമയത്ത് ഇത്രയും ഡ്യൂറേഷൻ കിട്ടത്തില്ല. ബ്ലൂ അവറിൻ്റെ ഒരു തുടക്കമുള്ള സമയത്തുള്ള കുറച്ച് പാർട്ട് മാത്രമായിരിക്കും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതാണ് വേറൊരു അപ്പോൾ ഈ 2 ഫാക്ടർ എപ്പോഴും നമ്മൾ മനസ്സിൽ വെച്ചേക്കണം നമ്മൾ ഷൂട്ട് ചെയ്യാൻ നേരത്ത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ബിൽഡിംഗ് അങ്ങോട്ട് ഫേസ് ചെയ്യുന്നു. ഇപ്പോൾ ബിൽഡിങ് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബിൽഡിങ് ഈവനിങ് ഷൂട്ട് ചെയ്യുമ്പോൾ സൺസെറ്റ് എന്ന് പറയുന്നത് നേരെ ബിൽഡിങ്ങിൻ്റെ ബാക്കിലായിരിക്കും. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നുള്ളൊരു ബ്ലൂ അവറിൻ്റെയും കാട്ടിലും ബ്ലൂവിൻ്റെ കൂടെ മേ ബി വേറെ കുറച്ച് റെഡ്, ഓറഞ്ച് ചിലപ്പോൾ ടിൻറ്റ് കയറി നിൽക്കും. അപ്പോൾ അത് ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരിക്കും നമുക്ക് ചിലപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. സോ അവിടെയും നമ്മൾ ആ ഒരു ഓറിയൻറ്റേഷൻ എപ്പോഴും നമ്മൾ ബിൽഡിങ്ങിൻ്റെ ശ്രദ്ധിക്കണം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ. പിന്നീട് നമ്മുടെ കൺട്രോളിലുള്ളൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ കൺട്രോളിലുള്ള ബിൽഡിംഗ്, ഇപ്പോൾ ഹെറിറ്റേജ് സൈറ്റ്സ് കാണാൻ പോകുന്നു, ടൂറ് പോകുമ്പോൾ പോസ്റ്റ് ലൈറ്റ്സ് വരും, കുറേ ലൈറ്റ്സ് വരും. അപ്പോൾ ബെറ്റർ നമ്മൾ നേരത്തെ കൂട്ടി ഒന്ന് പ്ലാൻ ചെയ്യുക, നമുക്ക് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഫോട്ടോഗ്രാഫ് എടുക്കാൻ പറ്റും എന്നുള്ള ആംഗിൾസ് നന്നായിട്ട് ഫിക്സ് ചെയ്യുക. അതിപ്പോൾ ഏത് ബിൽഡിംഗ് ആയാലും
നമ്മൾ ആർക്കിടെക്ചർ ഷൂട്ട് ചെയ്യുമ്പോഴായാലും ഹെറിറ്റേജ് ഷൂട്ട് ചെയ്യുമ്പോഴായാലും ആംഗിൾസ് ഉണ്ട്. കാരണം ഈ സമയത്ത് നമുക്ക് വളരെ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ആയിരിക്കും എടുക്കാൻ പറ്റുന്നത്. മേ ബി ആ 4-5 ഷോട്ട്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ കൂട്ടി ആംഗിൾസ് സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. സോ ഇതാണ് നമ്മളുടെ ഒരു ബേസിക് ഈ ഒരു ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഒരു 1 hour നമുക്ക് കിട്ടുന്ന സമയം, അവൈലബിൾ ആയിട്ടുള്ള സമയം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ നമ്മൾ നോർമലി ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ 5D Mark III വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലൊരു റിമോട്ട് കൺട്രോളും കൂടി ഉണ്ട്. റിമോട്ട് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമറയിൽ ഡയറക്റ്റ്ലി തൊടണ്ട. ക്ലിക്ക് ചെയ്യുമ്പോൾ ലോങ് എക്സ്പോഷർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ക്യാമറയിൽ തൊട്ടുണ്ട് എനിക്ക് റിമോട്ട് കൺട്രോളിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗെറ്റ് ദ ഫോട്ടോഗ്രാഫ്. അപ്പോൾ ഇത്രയും നമുക്ക് ഹൈ എൻഡ് DSLR തന്നെ വേണം എന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇത് ഷൂട്ട് ചെയ്യാനായിട്ട്. നമുക്ക് മൊബൈൽ ഫോണിലായാലും നമുക്കൊരു സ്റ്റഡി സർഫസ് ഉണ്ട്. ട്രൈപോഡ്, ചെറിയൊരു ട്രൈപോഡ് ആയാലും അല്ലെങ്കിൽ ഒരു സ്റ്റഡി സർഫസ് ഉണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ അവിടെ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പം മാക്സിമം മാനുവൽ മോഡിൽ ചെയ്യാൻ നോക്കുക, ലോങ് എക്സ്പോഷർ ഷൂട്ട് ചെയ്യുക. ഇപ്പം മാനുവൽ മോഡ് അതിനകത്ത് ഇല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ആൻഡ്രോയിഡിലും ആപ്പിളിലും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആപ്പിൻ്റെ ലിങ്ക് തരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ലോങ് എക്സ്പോഷർ ഷോട്ട്സ് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ മൊബൈൽ ഫോൺ ആയാലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷൂട്ട്, നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ആയിരിക്കും കുറച്ചുകൂടെ സൗകര്യം. സോ അതിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോട്ട്സ് നമുക്ക് എടുക്കാൻ പറ്റും. അത്രയാണ് നമുക്ക് ഈ ഒരു ബ്ലൂ ഹവറിനെ പറ്റി നമുക്ക് ഏകദേശം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പയ്യെ ബ്ലൂ ഹവർ നമുക്ക് വെയിറ്റ് ചെയ്യാം, ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യാം. ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പോയി ലൈറ്റ്സ് എല്ലാം ഓൺ ചെയ്ത് ബാക്കി അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ട് നമുക്ക് നേരെ ബ്ലൂ ഹവർ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മൾ വിചാരിച്ച സമയമായിട്ടുണ്ട് ബ്ലൂ ഹവറിൻ്റെ. നമുക്ക് ആപ്പിൽ കണ്ട പോലത്തെ തന്നെ ആ ഒരു ടൈം 6:50 ടൈമിൽ നമുക്ക് ബ്ലൂ ഹവർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള നമുക്ക് ആംഗിൾസ് നേരത്തെ ഫിക്സ്ഡ് ആണ്, അത് വെച്ച് നമ്മൾ നേരെ ഷൂട്ടിങ്ങിലോട്ട് പോകുന്നു. പിന്നെ ഇന്ന് മഴയുടെ ഒരു കോള് നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത്ര കണ്ട് നമുക്ക് മേഘമൊന്നും കയറിയിട്ടില്ല. അത് കാരണം ബ്ലൂ ഹവർ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ലൈറ്റ്സ് എല്ലാം ഓൾമോസ്റ്റ് നമ്മൾ ഓൺ ആക്കിയിട്ടു. ബാക്കി നമ്മുടെ നേരത്തെ പറഞ്ഞ എന്തൊക്കെ പ്രിപ്പറേഷൻസ് വേണോ അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. കൂടെ നമുക്കിന്ന് മൂണും കൂടെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫ്രെയിമിൽ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് ഇനി ഒട്ടും സമയം കളയാനില്ല, നമുക്ക് ഷൂട്ടിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം.
സോ ബ്ലൂ ഓവർ അത്യാവശ്യം നല്ല സമയമെടുത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി. സാധാരണ മൺസൂൺ ടൈമിൽ നമുക്ക് ഇത്രയും ഡ്യൂറേഷനിൽ ബ്ലൂ ഓവർ അങ്ങനെ കിട്ടാറില്ല. കാരണം മേഘമൊക്കെ കയറി നിന്നിട്ട് കുറച്ച് ഇരുണ്ടിട്ടായിരിക്കും. പക്ഷേ ഇവിടെ എന്തായാലും നമുക്ക് നന്നായിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഇതിനകത്ത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണൊക്കെ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും സെൽഫ് ടൈമർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. 2 സെക്കൻഡോ 10 സെക്കൻഡോ. അപ്പോൾ സെൽഫ് ടൈമർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഷേക്ക് നമുക്ക് ഒരുപാട് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇമേജസ് കുറച്ചും കൂടെ ഷാർപ്പായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ബ്ലൂ ഓവർ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുക, അതിൻ്റെ കൂടെ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ റണ്ണിങ് സ്റ്റുഡിയോസിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.